ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറേ നാളായി എൻ്റെ ചാനലിൽ ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറേ മാസങ്ങളായി. ലാസ്റ്റ് ഇട്ട ഏത് വ്ലോഗാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ കൂടുതലും ഇപ്പോൾ ഷോർട്സാണ് അപ്ലോഡ് ചെയ്യുന്നത്. എന്നും ഒന്നും ഇടുന്നില്ലെങ്കിലും ആഴ്ചയിൽ ഞാനൊരു 2-3 ഷോർട്സെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ വ്ലോഗ് എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടാൻ നോക്കുന്നതായിരിക്കും മാക്സിമം. എനിക്ക് കൂടുതലും ഷോർട്സ് എടുക്കാനാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് എടുക്കുന്നത്. പക്ഷേ ഇനി ഞാൻ വ്ലോഗും എടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ നേരെ പോയത് തിരുവനന്തപുരത്തുള്ള ലുലു മോളിലോട്ടാണ് പോയത്. ഈ നട്ടപ്പൊരു വെയിലത്തും ചൂടത്തും വേറെ എങ്ങും പോയി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നേരെ ലുലുവിലോട്ട് പോകാമെന്ന് വിചാരിച്ച് രാവിലെ ഒരു 10:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ എത്തുകയാണ് ചെയ്തത്. നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ, അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നല്ല വിശപ്പും ഉണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയോണ്ട് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പം നമ്മൾ നേരെ പോണത് ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോണത്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും മേടിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ ഫുഡ് വാങ്ങിയിട്ട് ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അതിനകത്ത് കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ബില്ലിംഗ് സെക്ഷനിലൊക്കെ അമ്മാതിരി ക്യൂ ആയിരുന്നു. എൻ്റെ അമ്മ അന്വേഷിക്കുന്നത് ചായ ഗ്ലാസ് ആണ് കേട്ടോ. അമ്മയ്ക്ക് ഈ ചായ ഗ്ലാസും ഈ നല്ല പ്ലേറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര വിരിവിരിപ്പാണ്. ഏതെടുക്കണമെന്ന് അറിയാൻ വയ്യാത്തൊരു ടെൻഷനാണ് അമ്മയ്ക്ക്. എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാർക്ക് ഈ പാത്രങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കൊരു ഏതെടുക്കണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. കേക്കിൻ്റെ സെക്ഷനിൽ എത്തിയപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഏതെടുക്കണമെന്ന് അറിയാൻ വയ്യാത്തൊരു വിരുവിരിപ്പായിരുന്നു. സാധാരണ ഞാൻ 2-3 കേക്കൊക്കെ എടുക്കാറുണ്ട്. ഈ തവണ ഞാനൊരു വാനിലേൻ്റെ റോള് മാത്രമേ എടുത്തിട്ടുള്ളൂ. അമ്മ എന്നെ വിചാരിച്ചു ഇവർക്ക് ഇതെന്ത് പറ്റിയെന്ന്. അമ്മ ഞെട്ടിപ്പോയി. ഞാൻ ഒരെണ്ണം എടുത്തോണ്ട് ചെന്നപ്പോൾ ഫുഡിൻ്റെ സെക്ഷനിൽ എത്തിയപ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആയത്. കാരണം ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ട് നമ്മൾ ബില്ലടിച്ച് ഫുഡൊക്കെ നമ്മളൊരു സെപ്പറേറ്റ് കവറിനകത്താക്കി ബാക്കി സാധനങ്ങളൊക്കെ കാറിൻ്റെ ഡിക്കി കൊണ്ട് വെക്കുകയാണ് ചെയ്തത്. ഈ ട്രോളി ആകുമ്പോൾ നമുക്ക് കാർ പാർക്കിങ്ങിൻ്റെ അവിടം വരെ കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ അതൊക്കെ കൊണ്ടുവച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. അത്യാവശ്യം നല്ല വിശപ്പുള്ളതുകൊണ്ട് ഏത് ഫുഡ് ആദ്യം കഴിക്കണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ച് പിന്നെ ചപ്പാത്തിയും ചില്ലി ചിക്കനും ബ്രോസ്റ്റഡും ഒരു സിംഗർ റോളും ഉണ്ടായിരുന്നു. ഏതോ ഒരു ജ്യൂസിന് നല്ല മധുരം ഉണ്ടായിരുന്നു. അത് കുടിച്ചതിന് ശേഷം എല്ലാവർക്കും നല്ല മത്തായിരുന്നു. എനിക്ക് എൻ്റെ അമ്മയ്ക്കും ഫുഡ് കഴിച്ചപ്പോൾ ഫുൾ ക്ഷീണമായി. എവിടെയെങ്കിലും കിടന്നോളാൻ വയ്യായിരുന്നു. നേരെ ലുലു കണക്ട്സിലോട്ടാണ് കയറിയത്. ഒരു സാംസങ്ങിൻ്റെ ഫോണും നോക്കി പിന്നെ ഒരു TV ഒക്കെ നോക്കി. അപ്പോഴാണ് അമ്മ പറയുന്നത് അമ്മയ്ക്ക് ഒരു അയൺ ബോക്സ് മേടിക്കണമെന്ന്. പിന്നെ ഇതിൽ നിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് ബില്ലടിച്ചിട്ട് നമ്മൾ നേരെ പുറത്തുപോയി റെസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് അവിടെ നിന്ന് എണീക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ കാലുകൾ സമ്മതിക്കുന്നില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്ന് കാലൊക്കെ നന്നായിട്ട് കഴിച്ച് ഒരു 2 മണിയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. 3:30 ആയപ്പോൾ വീട്ടിലെത്തി. നമ്മൾ തീരദേശം വഴിയാണ് പോയത്. അതുകൊണ്ട് ബ്ലോക്കിലൊന്നും പെടാതെ പെട്ടെന്ന് വീടെത്തി. ആകപ്പാടെ ഉള്ളത് റെയിൽവേ ക്രോസിംഗ് ആണ്. അതിലൊന്നും പെട്ടില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വീടെത്തി. വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ നല്ല മഴക്കോളുണ്ടായിരുന്നു. ആ മഴക്കോൾ കണ്ടപ്പോൾ ഇപ്പം മഴ ഉറച്ച് പെയ്യുമെന്ന് വിചാരിച്ച്. പക്ഷേ ഒന്ന് പെയ്തില്ല എന്നറിയിക്കാൻ വേണ്ടി ഒന്ന് പൊടിഞ്ഞൊന്ന് പോയതേ ഉള്ളൂ. ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഒന്നിത്തിരി നല്ല മഴ പെയ്താൽ മതിയെന്ന് ആഗ്രഹിക്കുകയായിരുന്നു. അപ്പം ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.